ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഒരു യാത്രയിലാട്ടോ, എറണാകുളത്തേക്കാണ് പോണത്. അപ്പോൾ ഞങ്ങളുടെ ഇവിടെ വയറിങ്ങിൻ്റെ കുറച്ച് പണികളുണ്ട് വീട്ടിൽ. അപ്പോൾ അതിൻ്റെ വയറിങ്ങിൻ്റെ സാധനങ്ങളുടെ എസ്റ്റിമേറ്റ് ഇലക്ട്രീഷ്യൻ കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ അതിന് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോണതാണ്. അപ്പോൾ ഇവിടെ കുറേ നാളായിട്ട് ഇങ്ങനെ നമ്മുടെ കറണ്ടിന് മൊത്തം പ്രശ്നങ്ങളാട്ടോ. എപ്പോഴും ഇങ്ങനെ മെയിൻ സ്വിച്ചിൻ്റെ കട്ട വലിയ ബോർഡിനകത്തുള്ള നമുക്ക് ഇടിയൊക്കെ വെട്ടുമ്പോൾ ചാടണ കട്ട് ഓഫായി പോണ സംഭവം ഉണ്ടല്ലോ, അത് എപ്പോഴും ഇങ്ങനെ ചാടി ചാടി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് മൊത്തം വയറിങ് മാറ്റണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിന് വേണ്ടി സാധനങ്ങൾ നോക്കാനായിട്ട് വന്നതാണ്. അപ്പോൾ അത് ഞങ്ങൾ കയറിയ ഷോപ്പിൽ ഇങ്ങനെ നല്ല ഭംഗിയിട്ട് ഇങ്ങനെ അടുക്കി സാധനങ്ങൾ വെച്ചേക്കണം. നമ്മൾ ഈ ജ്വല്ലറിയിലൊക്കെ കയറിയിട്ട് സ്വർണ്ണമൊക്കെ വെച്ചേക്കും പോലെ തന്നെയാണ് ഈ ഇലക്ട്രിക് സാധനങ്ങളും പ്ലംബിങ്ങിൻ്റെയും വയറിങ്ങിൻ്റെയൊക്കെ സാധനങ്ങളൊക്കെ ഇത്രയും മനോഹരമായിട്ടൊക്കെ അടുക്കി വയ്ക്കാൻ പറ്റുമെന്ന് ഇത് കണ്ടപ്പോഴാട്ടോ മനസ്സിലായത്. അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ നല്ല ഭംഗിയാണ്. അപ്പോൾ ഞാനതൊന്ന് വീഡിയോ എടുത്താണ്. നമുക്ക് കുറേ സമയം അവർ നമ്മുടെ എസ്റ്റിമേറ്റ് ആയിട്ടൊക്കെ ഒത്തു നോക്കിയിട്ട് അതിൻ്റെ കണക്കും ഒക്കെ കമ്പ്യൂട്ടറിൽ ടൈപ്പൊക്കെ ചെയ്ത് നോക്കിയൊക്കെ കിട്ടുമ്പോഴത്തേനും കുറേ ടൈം എടുക്കും. അപ്പോൾ നമുക്ക് കുറേ സമയം അവിടെ ഇരിക്കണം. അപ്പോൾ അങ്ങനെ ഇരുന്ന സമയത്ത് ഞാൻ എടുത്ത വീഡിയോയാണ്. ഒക്കെ എന്ത് ഭംഗിയായിട്ടാണല്ലേ അടുക്കി വെച്ചേക്കണത്, കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. വാഷ് ബേസിനൊക്കെ കണ്ടു കഴിഞ്ഞാൽ സ്വർണം പോലെ തന്നെ ഉണ്ട്. അതൊക്കെ കണ്ടങ്ങനെ ഓരോന്നോരോന്ന് നോക്കിയിട്ട് അപ്പോൾ ഞങ്ങൾ ഈ ഒരു കടയിൽ മാത്രമല്ല കേട്ടോ പോയുള്ളൂ, കുറേ കടകളിൽ കയറി. അപ്പോൾ ഒരു ജ്യൂസ് സ്ട്രീറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സ്ട്രീറ്റിലാണ് ഈ ഇലക്ട്രിക് വർക്കിൻ്റെ ഷോപ്പുകൾ മാത്രമാണ് അവിടെ ഉള്ളൂ. കുറേ ഷോപ്പുകളുണ്ട്. അപ്പോൾ നമുക്ക് മാറി എവിടെ വേണമെങ്കിലും ഇങ്ങനെ കയറിയിട്ട് നമുക്ക് എവിടെയാണോ കൂടുതൽ റേറ്റ്, കുറവ് റേറ്റ് എന്നൊക്കെ നോക്കിയിട്ട് നമ്മുടെ ഇഷ്ടത്തിന് വാങ്ങാൻ പറ്റും. അപ്പോൾ അങ്ങനെ കുറേ ഷോപ്പുകളൊക്കെ കയറി നോക്കി. ഇതിപ്പോൾ ഞങ്ങൾ തിരിച്ചു വന്നതാട്ടോ. അപ്പോൾ ഇത് ഞങ്ങൾ പോയതും വന്നതൊക്കെ ഈ വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനൽ റോഡ് ഉണ്ടല്ലോ, അതിലെയാണ്. അപ്പോൾ നമ്മൾ ടു വീലറിന് എപ്പോൾ പോയാലും ഹസ്ബൻഡ് ഈ റൂട്ടായിട്ട് പോകാറുള്ളൂ, ഒട്ടും തിരക്കുണ്ടാവില്ല. അല്ലെങ്കിൽ നമുക്ക് കൊച്ചിയിൽ അറിയാമല്ലോ, നമ്മുടെ എറണാകുളം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ബ്ലോക്കാണ്, ഭയങ്കര ബ്ലോക്കായിരിക്കും. ടു വീലറൊക്കെ ആയിട്ട് പോകാൻ പിന്നെയും പറ്റും, ഫോർ വീലറുകാർക്ക് ഒട്ടും പറ്റില്ല. ബ്ലോക്കിൽ കിടന്നാൽ പിന്നെ അവിടെ കിടക്കേണ്ടി വരും. ടു വീലർ പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ നുഴഞ്ഞു കയറിയൊക്കെ എന്നാലും കഷ്ടപ്പാട് തന്നെയാണ്. ഇതാകുമ്പോൾ ഇത് കണ്ടാൽ തന്നെ അറിയാമല്ലോ, നല്ല സൈലൻ്റ് ആയിട്ട് കിടക്കുകയാണ്, ഒരു ശല്യമില്ല, വാഹനങ്ങളും ഇല്ല, നല്ല കാലാവസ്ഥയും നല്ല കാഴ്ചകളും കണ്ട് അങ്ങനെ ആസ്വദിച്ച് പോകാൻ പറ്റും. നല്ല ഭംഗിയായിട്ട് ഈ റോട്ടിൽ കൂടെ ഇങ്ങനെ വരുമ്പോൾ കാണുന്ന കാഴ്ചകൾ. അപ്പോൾ അതൊക്കെ അങ്ങനെ ആസ്വദിച്ച് പോവാണ്. അപ്പോൾ തിരിച്ചു വരുമ്പോൾ 2 മണി ആവണേന് മുമ്പ് ഞങ്ങൾക്ക് ആലുവ എത്തണം കേട്ടോ. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫുഡ് കഴിക്കാൻ, ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ ആലുവയിലൊരു കടയുണ്ട്, അവിടെ നിന്നാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാറ്. അപ്പോൾ 2 മണിയായാൽ അത് അടച്ചു പോകും. അപ്പോൾ അതിന് അടയ്ക്കണതിന് മുമ്പ് ഓടി വന്നതാണ്. അപ്പം ഇതൊരു ചെറിയ കടയാണ്, റാവുക്കാൻ്റെ കട എന്നാട്ടോ പറയണത്. അപ്പോൾ അവിടെ അവർ ബിരിയാണി മാത്രമാണ് കൊടുക്കണത്. അവിടെ 2 പയ്യന്മാർ അവരുണ്ടാക്കണതാണ്. വീട്ടിൻ്റെ അടുത്ത് തന്നെയാണ് അവരുടെ ഷോപ്പ്, വീടിനോട് ചേർന്നാണ്, ആലുവ പാസ്പോർട്ട് ഓഫീസിൻ്റെ തൊട്ടടുത്ത്. അപ്പോൾ ഞങ്ങൾ ആലുവ കൂടി എവിടെ പോയാലും അവിടുന്ന് ഈ ബിരിയാണി കഴിക്കും കേട്ടോ. ഭയങ്കര ടേസ്റ്റുള്ള ബിരിയാണിയാണ്. അതിൻ്റെ അകത്താണെങ്കിൽ നല്ല പീസുകളുണ്ട് കേട്ടോ. നമുക്ക് നമ്മൾ കൊടുക്കണ പൈസയ്ക്ക് നല്ല വർത്തിയായിട്ടുള്ള സാധനം കിട്ടും, നല്ല ടേസ്റ്റോടുകൂടി കഴിക്കുകയും ചെയ്യാം. അപ്പോൾ ഞങ്ങൾ ഭാഗ്യത്തിന് അത് അടച്ചു പോയിട്ടുണ്ടായില്ല. അവിടെ എത്തിയിട്ട് ഞങ്ങൾ അവിടുന്ന് ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ മാങ്ങയും പാല് ഫ്രീസറിലുണ്ടായി. അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് മാങ്ങ മാത്രം ഇങ്ങനെ അരിഞ്ഞിട്ട് അതിലേക്ക് ഈ പാല് ഫ്രീസ് ചെയ്തതും കൂടി അടിച്ചിട്ട് ഇങ്ങനെ ഐസ്ക്രീം പരുവത്തിലാക്കി ഹസ്ബൻഡ് ഉണ്ടാക്കിയിട്ട് മക്കളും അവരൊക്കെ കുടിക്കണ്ടിട്ട് എനിക്കും തന്ന്. ഞാനത് ഫ്രീസറിൽ തന്നെ വെച്ചു, കുറച്ച് കഴിയുമ്പോൾ ഐസ്ക്രീം പോലെ കഴിക്കാൻ വേണ്ടി. എനിക്കാണെങ്കിൽ ഇപ്പോൾ നല്ല ദാഹം ഉണ്ടായി. അപ്പോൾ ഞാൻ 2 മാങ്ങ വേറെ എടുത്തിട്ട് അതിങ്ങനെ വെള്ളം പോലെ ജ്യൂസാക്കി അടിച്ചതാട്ടോ. അപ്പോൾ അതും അവർക്കും എല്ലാവർക്കും വേണം, അതും കുടിച്ചിട്ടുണ്ട്. അപ്പോഴാണ് ദാഹം മാറിയുള്ളൂ. അങ്ങനെ പിന്നെ റെസ്റ്റൊക്കെ കഴിഞ്ഞതിപ്പോൾ വൈകുന്നേരം കേട്ടോ. വൈകുന്നേരം ഒരു സന്ധ്യ സമയമായിട്ടുണ്ട്. അപ്പോൾ ഇത് 2 ദിവസം മുമ്പ് എടുത്തു വെച്ച വീഡിയോയാണ്. അപ്പോൾ നമുക്ക് എല്ലും കപ്പയും വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് കുറച്ച് എല്ലും ഇറച്ചിയും ഒക്കെ കൂടിയിട്ടോ, പോത്തിറച്ചി. അപ്പോൾ അതിലേക്ക് നമ്മുടെ സവാളയും പച്ചമുളക്, ഇഞ്ചി ഇതെല്ലാം അരിഞ്ഞതൊക്കെ ഇട്ട് പൊടികൾ വറുത്ത് ചൂടാക്കി ഇട്ടിട്ട് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, അങ്ങനെയെല്ലാം. അത് കുക്കറിൽ ഒരു 5-6 വിസിലടിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ കപ്പ നുറുക്കി കഴുകി കപ്പയും വേറെ വേവിക്കാനായിട്ട് അതും വെച്ചിട്ടുണ്ട്. അപ്പോൾ കപ്പ വെന്ത് വെള്ളം ഊറ്റി വെച്ച് കഴിയുമ്പോൾ നമുക്ക് ഈ കുക്കറിലുള്ള സംഭവം വിസിലടിച്ച് ചൂട് മാറിക്കഴിയുമ്പോൾ അതിലേക്കിട്ട് ഇളക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്.
അങ്ങനെ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇന്നിങ്ങോട്ട് ഇപ്പോഴാണെങ്കിൽ സന്ധ്യ ആയതുകൊണ്ട് തന്നെ ഞാൻ ഈ കപ്പയൊക്കെ നുറുക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഭയങ്കര കൊതുകിൻ്റെ ശല്യം കേട്ടോ. രാവിലെയും വൈകുന്നേരം ഒക്കെ കൊതുകിൻ്റെ ശല്യം. അപ്പോൾ ഞങ്ങൾ വരുന്ന വഴിക്ക് ഇതൊരെണ്ണം വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായി. ഈ പുകയ്ക്കണ പാത്രം ഉണ്ടല്ലോ അത്. ആദ്യം ഇതിവിടെ ഉണ്ടായതാട്ടോ കുറേ നാൾ മുമ്പ്. അതിൻ്റെ ഈ പിടിയൊക്കെ പോയിട്ട് എന്നാലും അതിൽ പുകയ്ക്കാനൊക്കെ പറ്റുമായിരുന്നു. അപ്പോൾ ഇപ്പം അത് കാണാനുമില്ല എവിടെ പോയിന്ന്. അപ്പോൾ ഇത് റോഡരികത്ത് ഇങ്ങനെ വച്ചുകൊണ്ട് വിൽക്കാനിരിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് വാങ്ങിയിട്ട് വന്നതാണ്. അന്ന് അതൊന്ന് പുകയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനിപ്പോൾ അത് പുകച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇത് പുകയ്ക്കണ സംഭവം ഇത് ആദ്യമേ തന്നെ ഞാൻ ഈ ഇതിനകത്ത് വെച്ചിട്ട് നമ്മൾ പുകയ്ക്കുമല്ലോ തിരി. ഇതിനെന്താ പറയണേ, ഇത് നമുക്ക് എല്ലാ വൈദ്യശാലയിലും ഒക്കെ മേടിക്കാൻ കിട്ടും കേട്ടോ. ഈ കൊതുകിനെ പുകയ്ക്കാനുള്ളതാണത്. ചന്ദനത്തിരി പോലത്തെ കട്ട ഒരു തിരിയാണ്. നല്ല വാസനയാണ് അതിന്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ വാസന. അപ്പോൾ അത് ഞാൻ ഈ പാത്രത്തോടു കൂടി തന്നെ ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഈ കപ്പ താളിച്ചതും ഇളക്കി കൂട്ടിയതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോഴത്തേനും കറണ്ട് പോയി. അതുകൊണ്ട് വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. ബാക്കി അടുത്ത വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം.